എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജൂലൈ 26-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. പരമ്പരാഗതമായിട്ട് സ്വത്തുക്കൾ കൈവശം വന്നിട്ടുള്ള മാതാപിതാക്കൾ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വാർദ്ധക്യകാലത്ത് മക്കളെ അവഗണിച്ച മക്കളിൽ നിന്നും 5 കോടിയിലധികം വിലമതിക്കുന്ന ഭൂസ്വത്ത് തിരികെ വാങ്ങി റവന്യൂ അധികൃതർ. സ്വത്ത് മക്കൾക്ക് തിരികെ നൽകി. സംസ്ഥാന അതിർത്തി ജില്ലയായ തേനിയിലെ ചിന്നമന്നൂരിലാണ് സംഭവം. ചിന്നമന്നൂർ ഓടപ്പെട്ടി സ്വദേശിയായ ലോകമണിക്കാണ് മക്കളുടെ പേരിലുള്ള 12 ഏക്കർ ഭൂമി ആധാരം റദ്ദാക്കി RDO സെയ്ദ് മുഹമ്മദ് തിരികെ ഏൽപ്പിച്ചത്. ഓടപ്പെട്ടി സ്വദേശികളായ കലൈമണി, ലോകമണി ദമ്പതികൾക്ക് 5 ആൺമക്കളാണുള്ളത്. ഇതിൽ 2 പേർ സൈന്യത്തിലുമാണ്. മക്കളുടെ പേരിൽ വർഷങ്ങൾക്ക് മുമ്പ് 12 ഏക്കർ ഭൂമി മാതാപിതാക്കൾ ആധാരം ചെയ്ത് നൽകിയിരുന്നു. എന്നാൽ സ്വത്തുക്കൾ കിട്ടിയതോടെ മാതാപിതാക്കളെ മക്കൾ അവഗണിച്ചു. ഇതിനെതിരെ 2020 പിതാവ് കലൈമണി പരാതി നൽകിയെങ്കിലും കലൈമണി മരണപ്പെട്ടു. മക്കളുടെ അവഗണന തുടർന്നതോടെ മാതാവ് ലോകമണിയും പരാതിയുമായിട്ട് അധികൃതരുടെ മുന്നിലെത്തി. ഇതോടെയാണ് മക്കളുടെ പേരിലുള്ള ആധാരം രജിസ്ട്രേഷൻ റദ്ദാക്കാൻ ഉത്തമപാളയം RDO ഉത്തരവിട്ടത്. ഇതോടെ 12 ഏക്കർ ഭൂമി വീണ്ടും മാതാവിന്റെ പേരിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല മക്കളും ചെയ്യുന്ന കാര്യമാണ്. സ്വത്തുക്കൾ കൈവശം വെക്കുന്നത് വരെ മാതാപിതാക്കളെ നല്ലതുപോലെ നോക്കുകയും അതിനുശേഷം അവരെ പറ്റെ അവഗണിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യുന്ന അവസ്ഥ, അവരുടെ സമ്പാദ്യം മുഴുവൻ കൈക്കലാക്കി അവർക്ക് മരുന്ന് വാങ്ങാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള നിയമം ഉണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. സംസ്ഥാനത്തെ സ്കൂളുകളിൽ നാളെ പ്രവൃത്തി ദിവസം. UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലാണ് ശനിയാഴ്ച പ്രവൃത്തി ദിവസം. അധിക പ്രവൃത്തി ദിവസം നിശ്ചയിച്ചിട്ടുള്ള സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള ആദ്യ പ്രവൃത്തി ദിവസമാണ് ഈ ശനിയാഴ്ച. 1 മുതൽ 4 വരെയുള്ള കുട്ടികൾക്ക് അവധിയായിരിക്കും. 5 മുതൽ 7 വരെ ക്ലാസുകൾക്ക് ഇതിനുശേഷമുള്ള ഒക്ടോബർ 25-ാം തീയതി ശനിയാഴ്ച പ്രവൃത്തി ദിവസം അവധിയായിരിക്കും. എന്നാൽ ചില ജില്ലകളിൽ നാളെ സ്കൂളുകൾക്ക് അവധി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മഴ മുന്നറിയിപ്പുണ്ട്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവധി അറിയിപ്പ് വന്നാൽ അത് നിങ്ങളെ അറിയിക്കുന്നതാണ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കാത്തിരുന്ന 62 ലക്ഷം ആളുകളെയും നിരാശരാക്കിക്കൊണ്ട് ഇന്ന് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തിയില്ല. കഴിഞ്ഞ ദിവസം ധനമന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ള പോസ്റ്റാണിത്. ജൂലൈ ക്ഷേമ പെൻഷൻ വിതരണം വെള്ളിയാഴ്ച 25/7/2025 ആരംഭിക്കും എന്നും 831 കോടി രൂപ ഇതിനുവേണ്ടി അനുവദിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിരുന്നു. ഇന്ന് അത് പ്രകാരം പെൻഷൻ ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ സംസ്ഥാനത്ത് ഇതുവരെ പെൻഷൻ വിതരണം ചെയ്തതായിട്ടുള്ള അറിയിപ്പ് ലഭിച്ചിട്ടില്ല. ആർക്കും തുക ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വിവരം. ആർക്കെങ്കിലും അങ്ങനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഇപ്പോൾ പെൻഷൻ പറഞ്ഞ സമയത്ത് എത്തുന്നില്ല എന്നുള്ള പരാതിയും ആക്ഷേപവും ഉണ്ട്. ഒരു ദിവസം മുതൽ ഒരാഴ്ച വരെ താമസിക്കുന്നതും പതിവാണ്. കഴിഞ്ഞ 3200 വിതരണം ചെയ്തപ്പോൾ ഇങ്ങനെയുള്ള താമസം ഉണ്ടായിരുന്നു. അത് 7 ദിവസത്തിന് ശേഷമാണ് എത്തിയത്. എന്തായാലും ഈ പെൻഷൻ അത്രയൊന്നും താമസിക്കില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം 31-ന് മുമ്പ് പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം. നാളേക്കായിട്ട് അക്കൗണ്ടിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 17 മാസത്തെ കുടിശ്ശികയിൽ ഒരു മാസത്തെ നിർവ്വഹണ തൊഴിലാളി പെൻഷൻ ഇപ്പോൾ ഉണ്ടാകും. അതുപോലെ പ്രവാസി ക്ഷേമ പെൻഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും പ്രവാസി ക്ഷേമ പെൻഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ ഏതാനും മാസങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുകയാണ്. അതും ഉടൻ ഉണ്ടാകും. അതായത് ഓണത്തോടനുബന്ധിച്ച് അതിന്റെ ഒരു വിതരണം ഒരുമിച്ചുണ്ടാകും എന്നുള്ളതുമാണ് സൂചനകൾ. എന്തായാലും കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നാളെ തന്നെ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാങ്കേതിക തകരാറുകളായിരിക്കാം. പെൻഷൻ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള തുക ചൊവ്വാഴ്ച തന്നെ എത്തിയിരുന്നു. അതുപോലെ അതിനുശേഷം ബുധനാഴ്ച ഉത്തരവ് ഇറങ്ങിയിരുന്നു. ഉത്തരവിൽ വെള്ളിയാഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും എന്നും പറഞ്ഞിരുന്നു. ഇതൊക്കെ നിങ്ങളെ കാണിച്ചതാണ്. എന്തായാലും ഇന്നലെ എല്ലാ പത്രമാധ്യമങ്ങളിലും അതുപോലെ തന്നെ എല്ലാ TV ചാനലുകളിലും ഇന്ന് വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് തുക വിതരണം ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. ആർക്കും ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വിവരം. അപ്പോ
പെൻഷൻ നാളെ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതൊക്കെ എന്ത് തന്നെയായാലും പെൻഷൻ മസ്റ്ററിങ്ങിന്റെ കാര്യം മറക്കേണ്ട. ഇനി ഒരു മാസത്തിന് താഴെയാണ് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയമുള്ളത്. ഓഗസ്റ്റ് 24 തീയതി വരെയാണ് പെൻഷൻ മസ്റ്ററിംഗ് ഉള്ളത്. അതിനു മുമ്പ് എല്ലാവരും പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. മറ്റൊന്ന്, നമ്മൾ കാത്തിരിക്കുന്ന PM കിസാൻ സമ്മാൻ നിധിയുടെ വിതരണവും ഇപ്പോഴും നടന്നിട്ടില്ല. അതിനെക്കുറിച്ചുള്ള ഒരു അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതും ആശങ്കയുണ്ടാക്കുന്നു. എന്തായാലും ക്ഷേമ പെൻഷൻ വരും ദിവസങ്ങളിൽ ലഭിക്കും. PM കിസാൻ സമ്മാൻ നിധി എന്നാണ് ലഭിക്കുക എന്നുള്ള ഒരു അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇത്രയും താമസിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. വിതരണം ഇനി അവസാന ദിവസങ്ങളിലേക്കായാലും ഇതിന്റെ ഒരു അറിയിപ്പ് നേരത്തെ വരാറുണ്ട്. അത്തരം ഒരു അറിയിപ്പ് വരാത്തത് കൊണ്ട് തന്നെ വളരെയധികം സങ്കടത്തിലാണ് PM കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ഒരുപാട് ഗുണഭോക്താക്കൾ. നമ്മുടെ സംസ്ഥാനത്ത് 34 ലക്ഷത്തോളം ആളുകളാണ് PM കിസാന്റെ 2000 രൂപ ഓരോ 4 മാസം കൂടുമ്പോഴും കാത്തിരിക്കുന്നത്. എന്തായാലും അതിന്റെ വിതരണവും ആരംഭിച്ചിട്ടില്ല. അതിനെക്കുറിച്ചുള്ള ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നുള്ളതും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. റേഷൻ കടകളിൽ പൊതുവിതരണ വകുപ്പ് നടത്തിയിട്ടുള്ള പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തി. എരുമപ്പെട്ടി കടങ്ങോട് മില്ല് സെന്ററിന് സമീപമുള്ള ARD 188 2049 എന്ന റേഷൻ കടയിൽ നടത്തിയ പരിശോധനയിലാണ് വൻ ക്രമക്കേട് കണ്ടെത്തിയത്. ക്രമക്കേട് കണ്ടെത്തിയ റേഷൻ കടയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ഭക്ഷ്യ വസ്തുക്കളുടെ വിതരണത്തിൽ ക്രമക്കേടും പൂഴ്ത്തിവെപ്പും നടക്കുന്നുണ്ട് എന്ന് നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് പരിശോധന നടത്തിയത്. ഗോതമ്പ്, അരി എന്നിവയുടെ വിതരണത്തിൽ ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തി. 12 ചാക്ക് അരിയും 12 ചാക്ക് ഗോതമ്പും സ്റ്റോക്കിൽ കുറവുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത്. സംസ്ഥാനത്ത് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് വലിയ പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സംസ്ഥാനത്ത് 2025 ഓണത്തോടനുബന്ധിച്ച് മഞ്ഞ റേഷൻ കാർഡിന് ഭക്ഷ്യക്കിറ്റ് പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഇന്നലെ അറിയിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്ന വിഹിതങ്ങൾക്ക് പുറമെ റേഷൻ കട വഴി തന്നെ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് വലിയ ആനുകൂല്യമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നീല റേഷൻ കാർഡിൽ 10 കിലോ സ്പെഷ്യൽ അരി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിൽ ലഭിക്കും. ഇതിന് പുറമെ 10 കിലോ അരി കൂടി ലഭിക്കുന്നതാണ് റേഷൻ കടയിൽ നിന്നും. അത് അടുത്ത മാസം വിതരണം ഉണ്ടാകും. വെള്ള റേഷൻ കാർഡിന് 15 കിലോ അരിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വെള്ള റേഷൻ കാർഡിന് ആ ഒരു 15 കിലോ അരി മാത്രമാണ് റേഷൻ കടയിൽ നിന്നും ലഭിക്കുക. അതേസമയം നീല വെള്ള റേഷൻ കാർഡുള്ളവർക്കും, അത് എല്ലാ റേഷൻ കാർഡുള്ളവർക്കും, മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്കെല്ലാം സപ്ലൈകോയിൽ നിന്നും 10 കിലോ അരി കൂടി അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ 5 കിലോ ആയിരുന്നത് ഈ മാസം 8 കിലോ ആക്കി ഉയർത്തിയിരുന്നു. പക്ഷേ ഓണത്തോടനുബന്ധിച്ച് അടുത്ത മാസം 10 കിലോ ആണ് ലഭിക്കുക. റൈസ് ലഭിക്കുന്നത് 10 കിലോ, റേഷൻ കടയിൽ നിന്ന് ലഭിക്കുന്നത് നീല റേഷൻ കാർഡിന് 10 കിലോയും അതുപോലെ തന്നെ റേഷൻ കാർഡിലെ വിഹിതങ്ങളും വെള്ള റേഷൻ കാർഡിന് 15 കിലോ അരിയുമാണ് ലഭിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 25 കിലോ അരിയെങ്കിലും റേഷൻ കടയിൽ നിന്നും സപ്ലൈകോയിൽ നിന്നുമായിട്ട് നീല വെള്ള റേഷൻ കാർഡിന് ലഭിക്കും. ഇത് കൂടാതെ തന്നെ 2 കിലോ പച്ചരിയും സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്നതാണ്. സൗജന്യ ഓണം ഭക്ഷ്യക്കിറ്റ് മഞ്ഞ റേഷൻ കാർഡിന് മാത്രമായിട്ട് ചുരുക്കി എങ്കിലും 1000 രൂപക്ക് 1250 രൂപ വില വരുന്ന സാധനങ്ങൾ അടങ്ങുന്ന 18 ഇനം ഭക്ഷ്യക്കിറ്റ് വാങ്ങാവുന്നതാണ്. എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഇത് ലഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ 625 രൂപ വില വരുന്ന സാധനങ്ങൾ വാങ്ങാൻ വെറും 500 രൂപ മതി. 305 രൂപ വില വരുന്ന സിഗ്നേച്ചർ കിറ്റ് വാങ്ങുന്നതിന് വേണ്ടി 225 രൂപയും മതി. കിറ്റ് വാങ്ങുന്നവർക്ക് അതിലും 5 കിലോ അരി ഉണ്ടാകും. മാത്രമല്ല സപ്ലൈകോ ആയി 325 രൂപക്ക് 1 ലിറ്റർ വെളിച്ചെണ്ണ വിതരണം ചെയ്യും എന്നും അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഓണം ഫെയറുകളും ഓണച്ചന്തകളും യഥാസമയം ആരംഭിക്കും എന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. ഈ ജൂലൈ മാസത്തിൽ നീല വെള്ള റേഷൻ കാർഡിന് അനുവദിച്ചിട്ടുള്ളത് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നീല റേഷൻ കാർഡിന് 2 കിലോ വീതം അരിയും 3 കിലോ സ്പെഷ്യൽ അരിയുമാണ്. വെള്ള റേഷൻ കാർഡിന് 6 കിലോ അരിയുമാണ്. കൂടാതെ സപ്ലൈകോയിൽ നിന്നും 8 കിലോ പുഴുങ്ങലരിയും 2 കിലോ പച്ചരിയും ലഭിക്കുന്നുണ്ട്. ഇവ വാങ്ങാനുള്ള അവസരവും അവസാനിക്കാൻ പോവുകയാണ്. ഇതെല്ലാം കൃത്യമായിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്ക് ക്ഷേമബത്ത 1 ഗഡു അനുവദിക്കും. 3% ക്ഷേമബത്തയാണ് അനുവദിക്കുന്നത്. ഇത് സംബന്ധിച്ച ഫയൽ മന്ത്രിയുടെ ഓഫീസിലാണ്. KN ബാലഗോപാൽ ഈ ഫയൽ ഉടൻ തീരുമാനം എടുക്കും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സംസ്ഥാനത്ത് തുടർച്ചയായ 2ാം ദിവസം സ്വർണ്ണവില കുറഞ്ഞു. പവന് 360 രൂപയാണ് കുറഞ്ഞത്. ഗ്രാമിന് 45 രൂപയും കുറഞ്ഞു. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ വില 73,680 രൂപയായി കുറഞ്ഞു.
9,210 രൂപയാണ് ഗ്രാമിന്റെ വില. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ ഞങ്ങൾക്ക് കാണാം. ഇതുവരെ ബൈ.